വീൽ ഉണങ്ങിക്കണാക്കെ പയർപ്പുണ്ട് ഫ്രണ്ട്സ് ഇപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കിളിയൻ വീഡിയോ ആണ്. എന്ത് വീഡിയോ എന്ന് വെച്ചാൽ അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാൻഡ്വിച്ച് മേക്കറിന്റെ മെഷീൻ. അപ്പോൾ ഇതൊന്ന് നമുക്ക് കാണിച്ചു തരാം. ഞങ്ങൾ ഉപയോഗിക്കുന്ന സാധനം ഉണ്ടെങ്കിൽ ഞങ്ങൾ നല്ല സൂക്ഷിച്ചെടുത്ത ചിങ്ങായി ഇതാണ് സാധനം. അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ആ സാൻഡ്വിച്ച് മേക്കർ. അപ്പോൾ ഇതാ സാൻഡ്വിച്ച് മേക്കറിൻ്റെ ഉൾഭാഗം ഇങ്ങനെയാണ്. ഇതിൻ്റെ ഉള്ളിൽ 2 ബ്രെഡ് ഇങ്ങനെ വെക്കാം. എന്നിട്ട് അതിൽ നമുക്ക് പല പല മസാലകളുണ്ടാവുമല്ലോ. അപ്പോൾ ആ മസാലകളൊക്കെ വെച്ചിട്ട് ഇതിൽ വെച്ചുകൊണ്ട് അടയ്ക്കുക. അപ്പോൾ ഇതിലിതാ ഇവിടെ റെഡ് ലൈറ്റും ഉണ്ട്, ഗ്രീൻ ലൈറ്റും ഉണ്ട്. ഇതിൽ ഈ റെഡ് ലൈറ്റ് കത്തും. നമ്മൾ സ്വിച്ച് ഇട്ടാൽ ഈ പ്ലഗ്, ഇവിടെ പ്ലഗ് ഉണ്ട്, ഈ പ്ലഗ് കുത്തി റെഡ് ലൈറ്റ് കത്തും. അപ്പോൾ ഈ ഗ്രീൻ ലൈറ്റ് കത്തുമ്പോൾ എന്താകും, ഗ്രീൻ ലൈറ്റ് കത്തിയാൽ സംഭവം റെഡിയായി. അങ്ങനെയാണിത്. റെഡ് ലൈറ്റ് എത്തി ഗ്രീൻ ലൈറ്റ് എത്തിയാൽ റെഡിയാവും. അപ്പോൾ സാധനമാണ്. അപ്പോൾ നമുക്ക് ഏതായാലും ഈ സാധനം. അപ്പോൾ ഇതാ നമ്മുടെ മക്രൂണി വെച്ചുകൊണ്ടാണ് നമ്മൾ കൂട്ടിനാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ആദ്യം ഈ മക്രൂണി വെള്ളത്തിലിട്ടൊന്ന് വേവിക്കണം. അപ്പോൾ ഞങ്ങളിതാ ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ 2 ബൗളിൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഞങ്ങൾ ഗ്യാസ് തീർന്നതിനാൽ ഈസി കുക്കിലാണ് നമ്മുടെ മക്രോണി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ വെള്ളം തിളച്ചൊന്ന് വരുമ്പോൾ അപ്പോൾ നമുക്ക് ഇതിലേക്ക് മക്രോണി ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് ഒന്ന് തിളച്ച് വരുന്നത് കണ്ടാൽ നമ്മുടെ മക്രോണി ഇട്ട് കൊടുക്കാം. ഓക്കേ, അങ്ങനെ മക്രോണി ഇട്ട് കൊടുക്കാനുള്ള സമയമായിട്ടില്ല. കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്താൽ മക്രോണിയുടെ സമയമാകും. അപ്പോൾ നമുക്ക് ആ മക്രോണി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വേവിക്കാം. അപ്പോൾ ഇതാ ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. കറി നല്ല തിളക്കുന്നുണ്ട്. അത് ഇതുപോലെ തിളച്ചാൽ പോരാ, നല്ല തിളക്കണം. അപ്പോഴാ നമ്മുടെ മക്രോണി ഇടാൻ കഴിയുകയുള്ളൂ. ഇതുപോലെ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ മക്രോണി ഇട്ട് കൊടുത്തു. മക്രോണി നല്ല മക്രോണി ഒന്ന് കേൾക്കണുണ്ടോ? ഫസ്റ്റ് കേക്കാണ് ഞങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഒന്ന് നല്ലപോലെ വെന്ത് വരുമ്പോൾ നമുക്ക് ഒന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ നമുക്കിനി ഒരു 15 മിനിറ്റ് ഒക്കെ ആകുമെന്ന് തോന്നുന്നു. 15 മിനിറ്റ് വരെ ഒരു മൂടി വെക്കാം. നമുക്കിനി 15 മിനിറ്റ് ആയിട്ട് നോക്കാം. അപ്പോൾ വേറൊരു കാര്യം കൂടിയും, ഇത് നമ്മൾ മക്രോണി ഇട്ട് കഴിഞ്ഞ് ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ മക്രോണി പാത്രത്തിനായിട്ട് ഒട്ടി പിടിക്കുന്നതാണ്. അപ്പോൾ ഏതായാലും മൂടി വെക്കുകയാണ്. അപ്പോൾ വേറൊരു കാര്യം കൂടി, ഈ മൂടി വെക്കണ വേണ്ടി വെട്ടർ തുറന്ന് വെക്കുന്നതാണ്. മൂടി വെച്ചാൽ പതഞ്ഞ് വരും. തുറന്ന് വെച്ചാൽ ആ പ്രശ്നങ്ങളൊന്നും വരാൻ. അപ്പോൾ പതഞ്ഞൊന്നുമില്ല. മൂടി വെക്കണ്ടില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ മൂടി വെക്കാൻ ശ്രദ്ധിക്കുക. ഒരു അടിയിൽ ഒട്ടിപ്പിടിക്കും. നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ചെറുതായിട്ട് ചില വെക്കുന്നൊക്കെ അടിയിൽ ഒട്ടിപ്പിടിക്കുന്ന മാതിരി തോന്നും. അപ്പോൾ നമ്മളിത് റിമൂവ് ചെയ്യാം. ബ്യൂട്ടിഫുൾ, നല്ല ചീറ്റടിക്കണ മഴയാണ്.
ഇതാ ഞങ്ങളുടെ കാർപ്പൊച്ചിലൊക്കെ എല്ലാം മഴയുണ്ട്. മക്കളും നല്ല മഴ, നല്ല മഴയുണ്ട്. ഇപ്പോൾ സമയം പറയുകയാണെങ്കിൽ ഒരു 5:52 ആയപ്പോൾ നല്ല മഴയുണ്ട്. ഇവിടുന്ന് പോണല്ലേ. അപ്പോൾ നമ്മൾ മക്രൂണി ആയിട്ടുള്ള മക്രൂണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വെള്ളം ഇതിൽ നിന്ന് ഊറ്റിയെടുത്തിട്ട് നമ്മൾ വേറെ ഒരു പാത്രത്തിലേക്ക് ഇടുകയാണ്. നല്ലൊരു മഴയുണ്ട്. ചീച്ചിലടിക്കുന്ന മഴയാണ്. ഇതാ ഇനി ഇത് ഫുള്ളായിട്ട് നമുക്ക് അടിയിൽ ഇങ്ങനെ ഒറ്റപ്പിടിച്ച മാതിരി ആയിരിക്കുന്നത്. ഇപ്പോഴാണ് നമ്മൾ മറ്റുള്ള പാത്രത്തിലേക്ക് ഇടേണ്ടത്. ഞാൻ കുറച്ച് ഉള്ളി ഇതേമാതിരി ചെറുതായിട്ട് വെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഉള്ളിയുള്ള വെട്ടം വന്നാൽ നമ്മൾ ക്ഷാമണ്ടായി പേടിക്കേണ്ട. നമ്മളെ ചോപ്പറില്ലേ, അപ്പോൾ നമുക്ക് ചോപ്പറിലാണ് ഉള്ളിയുടെ മോളെ. പിന്നെ തക്കാളി, ഉള്ളി, തക്കാളി, ഇഞ്ചി, ഈ പിന്നെ അതിൻ്റെ കൂടെ വെളുത്തുള്ളിയും ഉണ്ട്. അപ്പോൾ ഈ 4 സാധനങ്ങളാണ് ഇപ്പോൾ നമ്മൾ അരിയാൻ പോകുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മുടെ ചോപ്പറിട്ട് കൊടുക്കുകയാണ്. ഇവിടെ കണ്ണൊന്നും എരിയില്ല. ഞങ്ങൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായി. ചൂടായിട്ട് നമുക്ക് ഓയിൽ വെച്ചെടുക്കാം. നമ്മൾ കുറച്ച് 1 സ്പൂൺ ഓയിൽ വെച്ചിട്ടുണ്ട്, 2 സ്പൂൺ ഓയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓയിലൊന്ന് ചെറുതായിട്ട് ചൂടായി വന്നാൽ നമുക്ക് ഒരു 2 ഇല്ലി കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. അപ്പോൾ 1/4 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കാം. വലിയ ജീരകമാണ്. നല്ലൊരു മണം വരാനും വേണ്ടി നമുക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഭയങ്കര അപ്പോൾ ഈ മണം വരുമ്പോൾ ഈ പച്ച മണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ചോപ്പറിൽ അടിച്ചു വെച്ച തക്കാളി, ഉള്ളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ അടിച്ചു വെച്ചിരിക്കണം. അപ്പോൾ അത് നമുക്ക് ഇനി നമ്മുടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾ ഈ ചോപ്പറിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതിൻ്റെ ലിങ്ക്. അപ്പോൾ അതിൽ പോയി കാണുക. നമ്മുടെ ഈ ഉള്ളിന് തക്കാളിൻ്റെ മണമൊക്കെ പച്ച മണം പോകാനും വേണ്ടി പോകുന്നത് വരെ നല്ല ഇളക്കി കൊടുക്കുക. നല്ല ഇളക്കി കൊടുക്കുന്നുണ്ട്. ഞങ്ങളതിലേക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സ്പൂണിൽ തന്നെ കുറച്ച് ഒരു സ്പൂണിന് നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ല ഇളക്കി കൊടുക്കണം. നല്ല ഒന്ന് ഇളക്കണം നമ്മള്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ ഊറ്റി വെച്ച മക്രൂണി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നല്ല ഒരു മരത്തിൻ്റെ ചട്ടക തന്നെ ആയിക്കോട്ടെ. ഇനി സിമ്മിലിട്ടുണ്ട്, നല്ല സിമ്മിലുണ്ടാകും, നമ്മൾ സാധാ സിമ്മിലിട്ടുണ്ട് നല്ല ഒന്ന് ഇളക്കി കൊടുക്കുക.
നിങ്ങളാരും മറന്നിട്ടല്ല ഈ മക്കളിന് എന്തിനുണ്ടാക്കണെന്ന്. സാൻഡ്വിച്ചിനാണ് കേട്ടോ. സാൻഡ്വിച്ച് പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം മൂടുന്നു. ചിക്കൻ വെച്ചിട്ട് ഒരു കാര്യം, നിങ്ങൾ ചിക്കൻ വെച്ചിട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അത് വെച്ചിട്ടും നിറയ്ക്കാം. പിന്നെ ഈ മുട്ട ഞങ്ങളിപ്പോൾ ചേർത്തില്ല, അതിന് പകരം ചിക്കനും ചേർക്കാം. ഒരു കാര്യം കൂടി, നിങ്ങളുടെ വീട്ടിൽ എന്ത് നമ്മൾ ഒരു പാക്ക് ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമ്മൾ 2 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഒരു ബ്രെഡ് എടുത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പിന്നെ ഇതിൻ്റെ മുകളിൽ എന്ത് ചെയ്യാം, നമുക്ക് ഒരു ബ്രെഡും കൂടി വെച്ചിട്ട് നമ്മുടെ സാൻഡ്വിച്ച് മേക്കർ ഞങ്ങൾ ഇതേമാതിരി ഒന്ന് വെച്ചിട്ടുണ്ട്. സാധാരണ യൂസ് ചെയ്യലുണ്ട്. അപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തതാണ്. ഇനി അടുത്തത് ഇവിടെ 2 വെച്ചിട്ട് മൂടുക. എന്നിട്ട് ചോപ്പ് ലൈറ്റ് കത്തും. അപ്പോൾ പിന്നെ പച്ച ലൈറ്റ് കത്തിയാൽ സാൻഡ്വിച്ച് റെഡി. അപ്പോൾ അത് നിങ്ങൾ ക്ഷമിക്കണമല്ലോ, കാരണം ഇത് 2 ലൈറ്റ് കത്തും. അപ്പോൾ ഏതെങ്കിലും ഒരു ലൈറ്റ് ഓഫ് ആകുമ്പോഴാണ് ഇത് റെഡി ആവുന്നത്. നേരത്തെ ഇൻട്രോയിലൊക്കെ പറഞ്ഞത് ഇത് ഓൺ ആകുമ്പോഴാണ്. സോറി, ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഇതാ നല്ല സൈഡിൽ നിന്നൊക്കെ പുക വരുന്നുണ്ട്. എന്താ അറിയില്ല, കുറച്ച് ദിവസമായി ഇത് ഉപയോഗിച്ചിട്ട്. ഞങ്ങളിതിങ്ങനെ ഇവിടെ വെച്ചതാ, പെട്ടെന്ന് വന്നപ്പോൾ ഒന്ന് വർക്ക് ചെയ്യിച്ചതാ. ചിലത് റെഡിയാവും, ചിലത് റെഡിയാവില്ല. നമ്മളത് റെഡി ആയിട്ട് ഇല്ലെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ല. ഒന്നേ കരിയും, അതിൽ വേവാതിരിക്കില്ല, ചിലപ്പോൾ കരിയേ പറ്റും. ലൈറ്റ് ഓഫ് ആയിരിക്കുന്നു. ഇനി നമുക്ക് ഇത് തുറന്നു നോക്കാം. ഇതാ ഇതായിട്ട് കരിയൊക്കെ ഉണ്ടാവും, ഒക്കെ ക്ഷമിക്കണം. ഞങ്ങൾ ഇത് നമുക്ക് നേരെ എടുക്കാം. മാറ്റാം. സേവ് നമുക്കിത് നേരെ കഴിക്കാം. അടുത്തെടുക്കുന്ന വെച്ചിട്ടുണ്ട്. അത് ആവാൻ കുറച്ച് പണിയെടുക്കും, ലൈറ്റ് കത്താന്. കത്തി. ഇനി ഓഫായ സാൻഡ്വിച്ച് റെഡി. അപ്പോൾ ഇതത് ഞങ്ങൾ നടു ഇങ്ങനല്ല സാധനം ഉണ്ടാവില്ല, നമ്മൾ പീടിയ പോകുമ്പോഴൊക്കെ കൂടുതലൊക്കെ ഞങ്ങൾ നടു 2 പീസസ് ആക്കി വെച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചോളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ബ്രെഡൊക്കെ അല്ലേ നമ്മൾ ഈ ഒരു സംഭവം മേടിച്ചാൽ മതി. കടയിൽ സാൻഡ്വിച്ച് തിന്നാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കടയിൽ പോകണ്ട, പെരയിൽ തന്നെ ഉണ്ടാക്കിയ പോരെ, ഒരു ബ്രെഡും പോരെ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൂട്ടുണ്ടായിക്കോളി അല്ലേ. ചിക്കനൊക്കെ നമ്മൾ പരിപാടി ഉണ്ടാകുമ്പോൾ ഈ വിരുന്നേരൊക്കെ വരുമ്പോൾ സൂപ്പറാണ്. ഇതുള്ളത് ഈസിയാണ്. നമ്മുടെ ലൈറ്റ് ഓഫായി കുറേ നേരമായി, കരിഞ്ഞൊന്നുമില്ല. ചിലപ്പോൾ അടി കരിഞ്ഞ് ചിലവരിൽ അങ്ങനെ ചിലപ്പോൾ അടി കരിയും, ചിലപ്പോൾ അടി കരിയും. നമ്മൾക്ക് അടി കരിഞ്ഞിട്ടും നമ്മൾക്ക് അറിയില്ല. ഈസി. ഇതുമാണ് നമ്മൾ പഴമില്ലേ, ഈ പഴം വാട്ടിയാണ്ടൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു കാര്യം, നമ്മൾ കൂട്ടുണ്ടാക്കുമ്പോൾ ചപ്പിൻ്റെ ഇല കരിവേപ്പില കിടന്നാണ് ഞങ്ങളുടെ മറന്നുപോയി. കരിവേപ്പില ഇട്ടിങ്ങനെ ചപ്പിടാൻ മറന്നു. നല്ല മണം ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കാണിത്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇനി നമുക്കിത് കഴിക്കല്ലേ. പിന്നെ വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് മാറ്റി വെച്ചേക്ക് കേട്ടോ.
പിന്നെ ഇതിൻ്റെ കൂടെ വെറുതെ പ്ലേറ്റിൽ കിട്ടുന്ന ഞാൻ വളർത്തതായിട്ടുണ്ട്. നമുക്ക് അടുത്ത് പറഞ്ഞേക്കാം. ഓ കരിഞ്ഞെന്നാ തോന്നുന്നത്. കഴിക്കുന്നില്ല, അടി ഒട്ടിപ്പിടിച്ചതാണ്. ഇനി നമുക്ക് സേവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കഴിക്കാം. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിവിടെ എല്ലാ വീഡിയോനോട് മോട്ടിവേഷൻ ആയിരിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക.